സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പഴയകാല സൂപ്പർ താരം മോഹൻലാലിൻ്റെ പൊട്ടിയ പടങ്ങളെക്കുറിച്ച്. ഇതിനു മുൻപ് പഴയകാല സൂപ്പർ താരം, പഴയകാല മെഗാ താരം മമ്മൂട്ടിയുടെ പൊട്ടിയ സിനിമകളെക്കുറിച്ച് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് ഞാൻ ഒരു മമ്മൂട്ടി വിരോധിയാണെന്ന് പറയുന്നത്. മമ്മൂട്ടിൻ്റെ പൊട്ടിയ പടം പറയുന്നു, മോഹൻലാലിൻ്റെ പൊട്ടിയ പടം പറയുന്നില്ല, ബാക്കിയുള്ള കൂട്ടരെ പൊട്ടിയൊന്നും പറയുന്നില്ല. അപ്പം മമ്മൂട്ടി വിരോധിയാന്നുള്ളൊരു സംസാരം ഇതിലുണ്ട്. ഞാൻ സത്യത്തിൽ മമ്മൂട്ടി വിരോധിയൊന്നുമല്ല. കാരണം സത്യസന്ധമായിട്ട് തുറന്നു പറയുന്ന ഓരോ നടന്മാരുടെ കാര്യം അത്രയേ ഉള്ളൂ. അത് മമ്മൂട്ടിയുടെ പൊട്ടിയ പടം പറയുമ്പോൾ ആൾ പറയും മമ്മൂട്ടി വിരോധിയാണ്. ജയൻ്റെ പൊട്ടിയ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ ആൾ പറയും ജയൻ വിരോധിയാണ്. മോഹൻലാലിൻ്റെ പൊട്ടിയ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയും മോഹൻലാൽ വിരോധിയാണ്. ഇന്ന് നസീർ സാറിൻ്റെ പൊട്ടിയ പടം എന്ന് വെച്ചാൽ നസീർ സാറിൻ്റെ പൊട്ടിയ പടങ്ങൾ വളരെ അപൂർവമാണ്. നസീർ സാറ് 1951 മരുമകൾ എന്ന് പറഞ്ഞ ഫസ്റ്റ് പടം നസീർ സാറിൻ്റെ പൊട്ടിയതാണ്. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ പടം മൂന്നാമത്തെ പടമെല്ലാം മെഗാ ഹിറ്റായി. ആ പടങ്ങൾ തമിഴിലും തെലുങ്കിലും കന്നഡയിലെല്ലാം ഡബ് ചെയ്തിട്ട് പോയി. പിന്നെ നസീർ സാറിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ നസീർ സാറിൻ്റെ ഒരു പടം പൊട്ടുന്നത് 74 കാലഘട്ടത്തിൽ അഴകുള്ള സെലീനയാന്ന് പൊട്ടും. നസീർ സാറ് സിനിമയിൽ വന്നിട്ട് പിന്നെ നസീർ സാറിൻ്റെ ഒരു പടം പരാജയപ്പെടുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അഴകുള്ള സെലീന. അത് അന്ന് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു നസീർ സാറിൻ്റെ പടം പൊട്ടിയതിനെ കുറിച്ച്. എല്ലാ ചായക്കടയിലും അവിടെ ഇവിടെയെല്ലാം ഇരുന്നിട്ട് സംസാരം നസീർ സാറിൻ്റെ പൊട്ടിയ പടത്തെക്കുറിച്ചാണ്. കാരണം സ്ഥിരമായി പൊട്ടിയ പടത്തിൻ്റെ നായകന്മാർ ചർച്ച ചെയ്യൂല. അപൂർവമായിട്ട് നസീർ സാറിൻ്റെ പടം ഒന്ന് പൊട്ടിയത് വളരെ അത്ഭുതമായിരുന്നു. അഴകുള്ള സെലീന പൊട്ടിയതിനെ കുറിച്ചിട്ട് എവിടെയും അതാണ് സംസാരം. ആൾക്കാർ പറഞ്ഞു നസീർ സാർ അത് നെഗറ്റീവ് കഥാപാത്രം എടുത്തുകൊണ്ടാണ് പൊട്ടിയത്, അങ്ങനെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചർച്ചയായിരുന്നു. പിന്നെ നസീർ സാറിൻ്റെ ഒരു പടം പരാജയപ്പെടുന്നതാണ് പ്രിയമുള്ള സോഫിയ എന്ന് പറഞ്ഞിട്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം നസീർ സാറിൻ്റെ ഒരു പടം പൊട്ടുന്നത് പാരിജാതം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ വിരലിലെണ്ണാവുന്ന പടം മാത്രം, ഈ 600 പടത്തിൽ നസീർ സാറിൻ്റെ വിരലിൽ എണ്ണാവുന്ന പടങ്ങൾ മാത്രമേ പരാജയപ്പെട്ടുള്ളൂ. അതാണ് നസീർ സാർ പിന്നെ ആ നിർമ്മാതാവിനെ കൈപിടിച്ച് ഉയർത്തി എന്ന് പറയുന്നില്ലേ. രണ്ടാമത് ഡേറ്റ് കൊടുത്തിട്ട് അവരെ വീണ്ടും ഒരു പടം ഹിറ്റാക്കി കൊടുക്കും. അത് ഇങ്ങനെ അപൂർവം നസീർ സാറിന് ചെയ്യേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ എപ്പോൾ നസീർ സാർ ഇത് കഴിയുമോ? അപ്പോൾ പടം പൊട്ടിക്കഴിഞ്ഞാൽ ഈ നിർമ്മാതാവിനെ സഹായിക്കില്ല പണി. അതിന് നിർമ്മാതാവിനെ സഹായിക്കാൻ നസീർ സാർ നേരെ ഉണ്ടാവും. കാരണം നസീർ സാറിൻ്റെ പടം പൊട്ടലില്ല. അതുകൊണ്ട് നസീർ സാർ അപൂർവം പൊട്ടിയ പടത്തിന് നിർമ്മാതാവിനെ സഹായിക്കുന്ന കാര്യമാണ് ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നസീർ സാർ പൊട്ടിയ പടത്തിൻ്റെ നിർമ്മാതാവിനെ സഹായിക്കുന്നത് എവിടെ പൊട്ടിയതിന് പടം ആകെ 3-4 പടമേ പൊട്ടിയിട്ടുള്ളൂ. അതിൻ്റെ നിർമ്മാതാവിനെ നസീർ സാർ സഹായിച്ചിട്ടുണ്ട്. അല്ലാണ്ട് മമ്മൂട്ടിയും മോഹൻലാലും പോലെ 20 പടം എടുത്തിട്ട് 18 പടം പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ 18 പടത്തിന് നിർമ്മാതാവിനെ നസീർ സാറിന് സഹായിക്കാൻ പറ്റും? അതിൽ തന്നെ ചിന്തിച്ചാൽ പോരെ. അതുകൊണ്ട് നസീർ സാറിൻ്റെ പടം മാത്രമേ പൊട്ടാത്തതുള്ളൂ. ബാക്കി എല്ലാ പടം പൊട്ടി. ഇപ്പോൾ മോഹൻലാലിൻ്റെ 10-30 പടം പണ്ട് കാലത്ത് പൊട്ടിയത് ഞാൻ ഇവിടെ പറയാം. ഇത് 2000-ന് മുന്നേ ഇറങ്ങിയ പൊട്ടിയ പടം. പിന്നെ 2000-ന് ശേഷം പിന്നെ വിജയിച്ച പടം പറഞ്ഞാൽ മതി. പൊട്ടിയ പടമല്ലേ ഉള്ളൂ. വിജയിച്ച് 3-4 പടം വിജയിച്ചതിൻ്റെ മാത്രം നമുക്ക് പറഞ്ഞാൽ മതി 2000-ന് ശേഷമുള്ളൂ. അതുകൊണ്ട് 2000-ന് ശേഷമുള്ള പടത്തിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല. അത് പിന്നെ എല്ലാം പൊട്ടിയതാണ്. അപൂർവം 10 കൊല്ലം കൂടുമ്പോൾ ഒരു പടം വിജയിക്കും. ഇത് അതല്ല പറയുന്നത്. ഇത് 2000-ന് മുന്നേ മോഹൻലാൽ സൂപ്പർ താരമായ സമയത്ത്, പഴയകാല സൂപ്പർ താരം എന്നല്ല മോഹൻലാൽ, അപ്പോൾ ആ സൂപ്പർ താരമായ കാലത്ത് പൊട്ടിയ പടത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്നാണ് പ്രിൻസ് എന്നുള്ള പടം പൊട്ടിയത്. ബിഗ് ബഡ്ജറ്റിൽ വന്ന പടമാണ് പ്രിൻസ്. സുരേഷ് കൃഷ്ണ തമിഴിൽ, എനിക്ക് വന്ന് നമ്മുടെ രജനീകാന്തിൻ്റെ ഭാഷയിലെടുത്ത ഡയറക്ടറാണെന്ന് തോന്നുന്നുണ്ട് സുരേഷ് കൃഷ്ണ. അത് 8 നില പൊട്ടിയ പടമാണ് പ്രിൻസ്. പിന്നെ അതിന് മുന്നേയുള്ള കാര്യം പറയാം. കുറേ പടം പൊട്ടിയതിൻ്റെത് IV ശശിൻ്റെ തന്നെ കുറേ പടം പൊട്ടിച്ചു കൊടുത്തിന് മോഹൻലാൽ. ഒന്ന് ശ്രദ്ധ, അത് പൊട്ടിയ പടം. പിന്നെ അനുരാഗി എന്ന് പറഞ്ഞിട്ട് പടം IV ശശിൻ്റെ, അതും ഫ്ലോപ്പായ പടമാണ്. അത് ഷെരീഫ് എന്നുള്ള കഥാകൃത്ത് IV ശശി തെറ്റിയിരുന്ന കുറേ കാലം കൂടി തിരിച്ച് വന്നേരം മോഹൻലാലിട്ടൊരു പടം എടുത്ത പൊട്ടി. പിന്നെ IV ശശിൻ്റെ അഭയം തേടി എന്നൊരു പടം ഉണ്ടായിരുന്നു. MT ആണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ കഥ. മോഹൻലാൽ പൊട്ടിയ പടമാണ്. അതും IV ശശിൻ്റെ പടം. പിന്നെ IV ശശിൻ്റെ രംഗം എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. രംഗം എഴുതുമ്പോൾ രംഗം എന്ന് പറയുമ്പോൾ രംഗം എന്നാണ് പറയുന്നത്. രംഗം ഒരു മീശയിലെടുത്തിട്ട് കഥകളിനെ പോലത്തെ ഒരു പടം. അതും പൊട്ടിയ പടമാണ്. IV ശശിൻ്റെ ഈ 4 പടവും മോഹൻലാൽ പൊട്ടിച്ചു കൊടുത്ത പടം. ശശികുമാറിന് 4-5 പടം പൊട്ടിച്ചു കൊടുത്തിന് മോഹൻലാൽ.
ഒന്ന് കൊലകൊമ്പൻ എന്ന് പറഞ്ഞിട്ട് ആദ്യകാലത്തിൽ മോഹൻലാൽ നായകൻ പടം പൊട്ടി. പിന്നെ ഒന്ന് മനസ്സിലൊരു മണിമുത്ത് എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ നായകൻ ശശികുമാറിൻ്റെ പൊട്ടിയ പാട്. പിന്നെ എൻ്റേത് മാത്രം എന്ന് പറഞ്ഞിട്ട് ശശികുമാറിൻ്റെ പാട് മോഹൻലാൽ അത് പൊട്ടിച്ച് കൊടുത്ത പാട്. പിന്നെ 7 മുതൽ 9 വരെ എന്ന് പറഞ്ഞിട്ടൊരു പാടം സൂപ്പർ ഫ്ലോപ്പ് ശശികുമാറാണ്. പിന്നെ ശോഭരാജ് എന്ന് പറഞ്ഞിട്ട് പാടം അത് ഡോണിൻ്റെ റീമേക്കാണ്. ഡോൺ എല്ലാ ഭാഷയിലും വിജയിച്ചു. NT രാമറാവിൻ്റെ തെലുങ്കിൽ വിജയിച്ച്, തമിഴിൽ രജനീകാന്തിൻ്റെ വിജയിച്ച്, ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, മലയാളത്തിൽ ഫ്ലോപ്പ്. ഇതെല്ലാം ശശികുമാറിൻ്റെ പൊട്ടിച്ച പടമാണ്. പിന്നെ ശശികുമാറിൻ്റെ അല്ലാത്ത AB രാജിൻ്റെ ഒരു പടത്തിൽ നായകനായിട്ട് അഭിനയിച്ചു, ഓമനിക്കാൻ ഓർമ്മ വെക്കാൻ പറഞ്ഞിട്ട്. അതോടെ AB രാജ് പിന്നെ സംവിധാനം ചെയ്യൽ നിർത്തി. നസീർ സാറിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സമയത്ത് പിന്നെ മോഹൻലാൽ വെച്ച് ഒരു പടം ചെയ്തതാണ്. അതോടെ പിന്നെ നസീർ സാറിൻ്റെ ഡേറ്റും കിട്ടുന്നില്ല, രാഷ്ട്രീയത്തിലേക്ക് പോയില്ല. അങ്ങനെ AB രാജ് അതോടെ സംവിധാനം നിർത്തി. പിന്നെ ജേസിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചിരുന്നു മോഹൻലാൽ, ഇവിടെ എല്ലാവർക്കും സുഖം എന്ന് പറഞ്ഞിട്ട്. അത് 2 ആഴ്ച കളിച്ചിട്ടില്ല ആ പടം, അതും പൊട്ടി. പിന്നെ മോഹൻലാലും പ്യാരിലാലും ഏട്ടനും ഒരുമിച്ച് അഭിനയിച്ചൊരു പടമുണ്ട് കിളിക്കൊഞ്ചൽ എന്ന് പറഞ്ഞിട്ട്, അശോക് കുമാറാണ് അതിൻ്റെ ഡയറക്ടർ. അത് ഒരാഴ്ച തികച്ചിട്ടില്ല ആ പടം, സൂപ്പർ ഫ്ലോപ്പ്. പിന്നെ തിരകൾ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ ഒരു പടം കളിച്ചിരുന്നു. മോഹൻലാൽ നായകൻ വേണുനാഗവള്ളിയിലുണ്ട്, മംഗളം വാരികയിൽ വന്നത്, അതും പൊട്ടി. അന്നത്തെ കാലത്ത് വാരികയിൽ വന്ന പടങ്ങളെല്ലാം വിജയിക്കും. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ മമ്മൂട്ടിൻ്റെ പടം വിജയിച്ച പടം, വിശംബരൻ്റെ വിജയിച്ച പടം പറഞ്ഞിട്ടില്ലേ, പിന്നിലാവ്, വീണ്ടും ചലിക്കുന്ന ചക്രം, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, അതെല്ലാം മമ്മൂട്ടിൻ്റെ വിജയിച്ച പടം വാരികയിൽ വന്നതാണ്, മനോരമയിലും മംഗളത്തിലും വന്നത്. അന്നത്തെ കാലത്ത് സ്ത്രീജനങ്ങൾ ഇന്നത്തെ പോലെ സീരിയലില്ല, അപ്പം മംഗളവും മനോരമയും വായിക്കും ഓരോ ആഴ്ച വരുന്നത്. പിന്നെ തുടരും തൊട്ട് അപ്പോൾ ആ കഥ സിനിമയാക്കി എടുക്കും, വലിയ കാര്യമാണ്. കരിമ്പ് എന്നെല്ലാം പറ്റുന്നത് അത് മനോരമയിൽ വന്ന് അതെല്ലാം വിജയിച്ച പടം. ആ കൂട്ടത്തിലാണ് മമ്മൂട്ടിൻ്റെ വിശംബരൻ്റെ പടമെല്ലാം വിജയിച്ചത്. ഒരു 4-5 പടം വിജയിച്ചെന്ന് പറഞ്ഞില്ലേ. ബാക്കിയുള്ള ഫ്ലോപ്പ് 11 പടം മമ്മൂട്ടിൻ്റെ ഫ്ലോപ്പ്, ഒരു 5-6 പടം വിജയിച്ചതിൽ 5 പടം വിജയിച്ചത് ഈ വാരികയിൽ വന്നതാണ്. പക്ഷെ മോഹൻലാൽ വാരികയിൽ വന്നതും വിജയിപ്പിക്കാൻ പറ്റിയില്ല. മംഗളം വാരികയിൽ വന്ന തിരകൾ അത് പൊട്ടി. പിന്നെ വേണുനാഗവള്ളിൻ്റെ കിഴക്കുണരും പക്ഷി, അതും പൊട്ടി. പിന്നെ നായകൻ എന്ന് പറഞ്ഞിട്ട് ബാലുഗിരിയത്തിൻ്റെ ഒരു പടത്തിൽ മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ചു, സൂപ്പർ ഫ്ലോപ്പ്. പിന്നെ ഒരു കണ്ണൂർക്കാരൻ എന്ന് തോന്നുന്നു സംവിധാനം ചെയ്ത് നസീമ എന്ന് പറഞ്ഞിട്ട് പടം, അത് ഒരാഴ്ച തയ്ച്ചിട്ടില്ല. ആ ഒരു സ്റ്റുഡിയോ ഉടമയാന്ന് കണ്ണൂരിലുള്ള, അയാളെന്ന് തോന്നുന്നു ആ പടം നിർമ്മിച്ചത്. ഒരു പടം പൊട്ടി. പിന്നെ മുളമൂട്ടിൽ അടിമ എന്ന് പറഞ്ഞൊരു ചരിത്ര കഥ, സൂപ്പർ ഫ്ലോപ്പ്. അതായത് വെള്ളാണിപ്പരമ്പ് ഇക്തിക്കാർ പക്കിൽ എടുക്കുന്ന പോലെ മോഹൻലാൽ ഇട്ടിട്ട് മുളമൂട്ടിൽ അടിമ എന്നിട്ട് എടുക്കാൻ നോക്കിയത് TK ജോസഫ്, അത് പൊട്ടി പോളീസായി. പിന്നെ തച്ചോളി വർഗീസ് ചേകർ എന്നൊരു പടം എടുത്ത്, അതും പൊട്ടി. അത് തച്ചോളി പടമല്ല, പക്ഷെ അതിൻ്റെ പേരെങ്ങനെ. പിന്നെ J. വില്യംസിൻ്റെ ജീവൻ്റെ ജീവൻ എന്നൊരു പടം മോഹൻലാൽ ഇട്ടിട്ട് പൊട്ടിയ പടം, ബേബിശാലിനിയിലായിട്ട്. J. വില്യംസിന് പിന്നെ സംവിധാനം ചെയ്യാനൊന്നും അറിയില്ല. പിന്നെ IV ശശീന്ദ്രൻ്റെ വേറെ പൊട്ടിച്ചെടുത്ത പടം അങ്ങാടിക്കപ്പുറത്ത്. അത് അങ്ങാടി എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് ഫിലിമിന് ശേഷം അങ്ങാടിക്കപ്പുറത്ത് എന്ന് പറഞ്ഞെടുത്ത് മോഹൻലാലാണ് നായകൻ, മമ്മൂട്ടി ഒരു സ്പെഷ്യൽ റോളിൽ, ചെറിയ റോളിലാണ്. അത് വിജയിക്കാത്ത പടം. പിന്നെ K. മാധുവിൻ്റെ അധിപൻ, അതും വിജയിച്ചിട്ടില്ല. അതിനകത്ത് മോഹൻലാൽ ഫാൻസ് ചിലപ്പോൾ വിജയിച്ചെന്ന് പറയും, അത് പൊട്ടിയ പടമാണ്. പിന്നെ ഒരു പടമാണ് ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞിട്ട്, ഖാൻ സാബ് എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്, അത് പൊട്ടിയ പടമാണ്. പിന്നെ പാദമുദ്ര എന്ന് പറഞ്ഞ ഒരു പിന്നെ ആർട്ട് ഫിലിം പോലത്തെ സെമി ആർട്ട് ഫിലിമുണ്ട്. അത് പിന്നെ സെമി ആർട്ട് ഫിലിം ഒന്നും വിജയിക്കില്ല, അതുപോലെ അതും വിജയിച്ചിട്ടില്ല. അതേപോലെ വാസ്തുവാരാന്ന് പറഞ്ഞ അരവിന്ദൻ്റെ മോഹൻലാൽ ഇട്ടത്, അതും ആർട്ട് ഫിലിമാണ്. അത് പിന്നെ അതിൽ കൂട്ടാം വിജയിക്കാത്ത. പിന്നെ P. ചന്ദ്രകുമാറിൻ്റെ ഉയരും ഞാൻ നാടകം എന്ന് പറഞ്ഞിട്ട് കാട്ടിലെ ഒരു ആദിവാസികളുടെ കഥ, പൊട്ടിപ്പാളീസായ പാടും. പിന്നെ ഞാൻ പിറന്ന നാട്ടിൽ എന്ന് പറഞ്ഞിട്ട് P. ചന്ദ്രകുമാറിൻ്റെ വേറൊരു പടം മോഹൻലാലിൻ്റെ, അതും പൊട്ടി. ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ ഒരു നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് പടം ഇറങ്ങിയത്, അത് കുറേ കാലം പെട്ടിയിലായിപ്പോയി പടം മോഹൻലാലിൻ്റെ. പിന്നെ പൊടിയിലും തട്ടിയിട്ട് 2ാമത് ഇറക്കി, 3 ദിവസം കളിച്ച്. അതുപോലെ തന്നെ കയ്യെത്തും ദൂരത്ത് പറഞ്ഞിട്ട് പെട്ടിയിലായിപ്പോയി ഒരു പടമുണ്ട് മോഹൻലാലിൻ്റെ, അതും പൊടിയെല്ലാം തട്ടിയിട്ട് ഇറക്കുമ്പോഴത്തേക്ക് അതും 3-4 ദിവസമേ കളിച്ചിട്ടില്ല, ഒരാഴ്ച തയ്ച്ചിട്ടില്ല. ഇതൊക്കെ മോഹൻലാലിൻ്റെ പൊട്ടിയ പടങ്ങൾ. ഇപ്പോൾ ഞാനൊരു 10-30 പടം പൊട്ടിയത് പറഞ്ഞില്ലേ, മമ്മൂട്ടിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അന്നത്തെ കാലത്ത് മോഹൻലാലിനും ഇഷ്ടം പോലെ പൊട്ടിയ പടങ്ങളുണ്ട്. ഇത് ഇവർക്ക് പുത്തരിയൊന്നുമല്ല ഈ പടം പൊട്ടിക്കൽ. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇവർ പറഞ്ഞു, ഇപ്പോൾ എത്രയോ വർഷമായിട്ട് ഇവർ ഇപ്പോൾ ഈ അടുത്ത 5 വർഷത്തിനടുത്ത് 16 പടം മോഹൻലാലിൽ ഇറങ്ങിയിട്ട് 2 പടം വിജയിച്ച്, മമ്മൂട്ടിൻ്റെ 18 പടം ഇറങ്ങിയിട്ട് 3 പടം വിജയിച്ച്. ഞാൻ പറഞ്ഞു ഒരു ചാനലിൽ KM ഷാജഹാൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല, ഇതിന് മുൻപ് ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാദ്യമായിട്ടൊന്നുമല്ല. ഈ പഴയ സൂപ്പർ താരങ്ങളെ പടം പൊട്ടുന്നത് ഇപ്പോഴായിട്ടൊന്നുമല്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞത് മുൻകാല സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെ കഥയാണ് ഇപ്പം പറഞ്ഞത്.
ഇപ്പം മലയാളത്തിൽ ആരും സൂപ്പർ താരങ്ങളൊന്നുമില്ല. ഓക്കെ.